തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് സിഗരറ്റ് തട്ടിക്കളഞ്ഞ പോലീസുകാരെ പിന്തുടർന്ന് ഹെൽമറ്റ് കൊണ്ടടിച്ച 19കാരൻ പിടിയിൽ. എന്താണല്ലേ. കുളത്തൂർ മൺവിള സ്വദേശി റയാൻ ബ്രൂണോ ആണ് അറസ്റ്റിലായത്. അജീഷ് ജയകുമാറുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ പിള്ളേർക്കൊക്കെ ഇത് എന്താ പറ്റിയെന്നുള്ളതാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കുട്ടികളൊക്കെ വല്ലാതെ വയലന്റ് ആവുന്നു, അതിന്റെ സൂചനയാണ് ഇത്തരം വാർത്തകൾ. അത് ഇന്നലെ ആണ് ഈ സംഭവം നടക്കുന്നത്. കഴക്കൂട്ടം തൃപ്പാദപുരത്ത് വെച്ചായിരുന്നു ഈ സംഭവം. പൊതുസ്ഥലത്ത് പുകവലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ കുളത്തൂർ മൺവിള സ്വദേശിയായ റയാൻ ബ്രൂണോ. 19 വയസ്സ് മാത്രമാണ് ഇയാളുടെ പ്രായം. അപ്പോൾ ഇതുവഴി പോയ ഒരു പോലീസ് ജീപ്പ് ഇത് കണ്ടു നിർത്തി ഈ റയാൻ ബ്രൂണോയോട് സിഗരറ്റ് കളയാൻ ആവശ്യപ്പെട്ടു, പൊതുസ്ഥലമായതുകൊണ്ട് തന്നെ. പക്ഷേ ഇയാൾ അതിന് തയ്യാറായില്ല. പിന്നീട് പോലീസ് ബലമായി സിഗരറ്റ് തട്ടിക്കളയുകയായിരുന്നു. അതിനുശേഷം ഇയാളുടെ പെറ്റി നൽകി പോലീസ് അവിടുന്ന് മടങ്ങുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ റയാൻ ബ്രൂണോ അമ്മയുമായി ബൈക്കിൽ കഴക്കൂട്ടം ഭാഗത്തേക്ക് പോയി. ഈ പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി ഈ പോലീസിനോട് തട്ടിക്കയറുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി. ഇതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് CPOമാരെ ആക്രമിച്ചത്. ജീപ്പിലും അടിക്കുകയുണ്ടായി. 2 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. CPO രതീഷ്, ഒപ്പം തന്നെ വിഷ്ണു, ഇവർക്കായിരുന്നു ഇവരുടെ തലയ്ക്കും മുഖത്തുമാണ് അടിയേറ്റത്. അപ്പോൾ തന്നെ പോലീസ് ഈ റയാൻ ബ്രൂണയെ ബലമായി കീഴ്പ്പെടുത്തി സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അജീഷ, ഒരു സംശയം, ഈ അമ്മയും കൊണ്ട് എന്തിനാണ് പോയത്? അതായത് അവിടെ നിന്ന് അതായത് പോലീസ് തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് അമ്മയുമായി ചോദിക്കാൻ ചെന്നത്. അങ്ങനെ സ്റ്റേഷനിൽ ചോദിക്കാൻ ചെല്ലുന്ന അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അമ്മയും കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെയാണ് പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ പലപ്പോഴും പലയിടത്തും ചെല്ലുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. ഈ മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മമാർ ചിലയിടത്ത് അത് ലാഘവത്തോടെ എടുക്കുന്നു, അവരത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പുകവലിച്ചതിന് പോലീസ് തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലിക്കാൻ പാടില്ല എന്ന് ആയിരുന്നു പറയേണ്ടതെന്നാണ്. ഞാൻ അമ്മയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. അല്ല, അത് മാത്രമല്ല, അമ്മയും കൂട്ടി ചോദിക്കാനൊക്കെ ചെല്ലുക പോലീസുകാരുടെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട കേൾവിയില്ലാത്ത സംഭവമാണ്.